الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യജീവിതം ഒരു പുസ്തകം പോലെയാണ്. എത്ര പേജുകൾ ഉണ്ടെന്നറിയാത്ത ഒരു പുസ്തകം. ഓരോ വർഷങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ജീവിത പുസ്തകത്തിലേക്ക് ഒരു പുതിയൊരു അധ്യായം നാം എഴുതി ചേർക്കുകയാണ്. സഹോദരങ്ങളെ, നാം ഒരു പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2024 നിന്നും 2025 നാം എത്തി നിൽക്കുന്നത്. പുതുവർഷങ്ങൾക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം ഇസ്ലാമിക് കലണ്ടർ അത് അറബി മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അറബി മാസത്തിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വീടിൻ്റെ ചുമരിൽ നാം തൂക്കിയിട്ടിട്ടുള്ള കലണ്ടർ മാറ്റി മറ്റൊരു കലണ്ടർ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളും ചില തീരുമാനങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വർഷം നമ്മിൽ നിന്ന് നീങ്ങുകയാണ്, അഥവാ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ് ഒരു വർഷം കൂടി പിന്നിട്ടിരിക്കുന്നു, അഥവാ നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. സഹോദരങ്ങളെ, ഈ ഒരു വസ്തുത മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിക്കൂടാ. അത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടുള്ളതുമല്ല. ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തു നിൽക്കുന്ന ആ മരണത്തെ ധാരാളമായി ഓർക്കണമെന്നാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, അക്സറൂ നിങ്ങൾ ധാരാളമായി ഓർക്കണേ, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് സർവ്വരസങ്ങളെയും സർവ്വസുഖാനുഭൂതികളെയും തകർത്തു കളയുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹ് ഇബ്നു ജർഹമിയും തമ്മിൽ നടന്ന സംഭാഷണം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ഉബൈദുല്ലാഹയോട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വല്ല സംഭവവും പറഞ്ഞു തരുവാൻ മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ വന്നു, ആരാണെന്നറിയില്ല, എന്നാൽ അയാൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് മരണപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് കുളിപ്പിച്ചു, അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു,
അങ്ങനെ മയ്യത്ത് മറമാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് വല്ലാത്ത സങ്കടമായി, ഞാൻ കരഞ്ഞുപോയി. ആ സമയത്ത് ഞാൻ ഒരു കവിത ചൊല്ലി, യബ്കില്ലരീബു അലൈ ലൈസ യഈരിഫുഹു വദു ഖറാബതിഹി ഫിൽ ഗയ്യി മസ്റൂറു. യബ്കില്ലരീബു അലൈ ലൈസ യഈരിഫുഹു. അപരിചിതരായ ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നു. അപരിചിതരായ ആളുകളാണല്ലോ, ഇയാളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണല്ലോ ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. എന്നാൽ ഇദ്ദേഹത്തെ അറിയുന്ന ആളുകൾ, കുടുംബക്കാർ അദ്ദേഹത്തിന്റെ മരണം അറിയാതെ സന്തോഷിക്കുന്നുണ്ടാകും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഈ കവിത എഴുതിയ വ്യക്തിയെ അറിയുമോ? ഈ ഒരു കവിത എഴുതിയ വ്യക്തിയെ അറിയുമോ? ഞാൻ പറഞ്ഞു ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഈ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ടു കിടക്കുന്നത്. ഈ കവിത എഴുതിയ വ്യക്തിയാണ് ഈ മരിച്ചു കിടക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് മരണം എന്നുള്ള യാഥാർത്ഥ്യം. ഇതാണ് മരണമെന്ന യാഥാർത്ഥ്യം. ഈ മരണത്തെ ധാരാളമായി ഓർക്കുന്നവരാണ് ബുദ്ധിയുള്ള ആളുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, അല്ലാഹുവിന്റെ റസൂലെ, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ, ബുദ്ധിമാൻ ആരാ? കാലപ്രവാചകൻ പറഞ്ഞു, അക്സറുൽ ലിൽ മൗതി ദിക്റാ, അക്സറുൽ ലിൽ മൗതി ദിക്റാ, മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നവരാരോ അവരാകുന്നു ബുദ്ധിയുള്ള ആളുകൾ. വഅഹ്സനുൽ ലിമാ ബഅദ ഇസ്തിഗ്ദാദൻ ഉലൈകൽ അഖിയാസ്. എന്നിട്ടോ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്നവരാരോ ഉലൈകൽ അഖിയാസ്, അവനാകുന്നു ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ മരണമെന്ന എൻഡിംഗ് പോയിന്റിലേക്കുള്ള ജീവിതമാകുന്ന യാത്രയിലെ ഓരോ സ്റ്റോപ്പുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ വർഷവും. ഒരു വർഷം കഴിയുമ്പോൾ നാം യാത്രയുടെ പര്യവസാനമായ മരണത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അപ്പോൾ മരണം സമീപത്താണ് എന്ന ചിന്തയിൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഒരു വർഷം നമ്മിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ, ഒരു വർഷം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് മരിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും ആ മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ലോകത്താരെങ്കിലും മരിക്കാതിരിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിക്കണമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ബാക്കിയാകണമായിരുന്നു. ഒരു കവി പാടിയതുപോലെ, വലൗ കാനത്തിദ് ദുനിയ തദൂമു ലി അഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദൂ. വലൗ കാനത്തിദ് ദുനിയ തദൂമു ലി അഹ്ലിഹാ, ഈ ലോകം അതിന്റെ ആളുകൾക്കായി എന്നെന്നും നിലനിൽക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദൂ, അല്ലാഹുവിന്റെ റസൂല് ഈ ദുനിയാവിൽ ശാശ്വതനാകുമായിരുന്നു. സഹോദരങ്ങളെ, ആരെങ്കിലും ലോകത്ത് മരിക്കാതെ ഇരിക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയാകുമായിരുന്നു എന്നാണ് ആ കവി ഈ കവിതയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എല്ലാവരും പ്രവേശിക്കേണ്ട കവാടമാണ് മരണം. എവിടെയായാലും ആ മരണം നമ്മളെ പിടികൂടുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രികുമുൽ മൗത്ത്, ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ, അത് കെട്ടിയുയർത്തപ്പെട്ട കോട്ടക്കൊത്തളങ്ങളാണെങ്കിൽ ശരി, ആ മരണം നിങ്ങളെ പിടികൂടുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ മരണത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ ഒരാൾക്കും കഴിയില്ല. നബിയേ പറയൂ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ ഫയുനബ്ബീകും ബിമാ കുന്തും തഅമലൂൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു,
നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയൊളിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ പിടികൂടും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബിങ്കലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് സമയമെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖുൽ തവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റൂഹ് പിടിക്കും. ഹത്താ ഇദാ ജാഅഹദകുമുൽ മൗത്ത് തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. ഹത്താ ഇദാ ജാഅഹദകുമുൽ മൗത്ത്, നിങ്ങൾ ഒരാളുടെ മരണം ആസന്നമായി കഴിഞ്ഞാൽ, മരണം എത്തിക്കഴിഞ്ഞാൽ, തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കും. വഹും ലാ യുഫർരിതൂൻ, അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, അല്ലാഹു ദുനിയാവിലേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചയക്കുമ്പോൾ തന്നെ സുമ്മഖലാ അജല, അവന്റെ അജല് എത്ര വർഷം ഈ ദുനിയാവിൽ ജീവിക്കണം, കൃത്യമായ വ്യവസ്ഥ അവൻ നിർണയപ്പെടുത്തിയിട്ടുണ്ട്. വലക്കും ബില്ലി മുസ്തഖറും വമതാഉൻ ഇലാഹിൻ, ലോകത്ത് ഏതൊരു വസ്തുവും എത്ര കാലം ലോകത്ത് ജീവിക്കണമെന്ന കൃത്യമായ അവധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ആ അവധി ആ അജലി എത്തിക്കഴിഞ്ഞാൽ ഒട്ടും ബിന്ദിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂകീൻ, നിങ്ങൾക്കിടയിൽ അല്ലാഹു മരണത്തെ നിർണയിച്ചിരിക്കുന്നു. വമാ നഹ്നു ബിമസ്ബൂകീൻ, ആ മരണത്തെ മുൻകടക്കാൻ നിങ്ങളൊരാൾക്കും കഴിയില്ല എന്ന് അല്ലാഹു സൂറത്തുൽ വാഖിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആ മരണം ഏത് സമയത്ത്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. അതേ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളൊരാൾക്കും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, ഭൂമിയിൽ എവിടെ വെച്ചാണ് നിങ്ങൾ മരിക്കുക എന്ന് നിങ്ങളൊരാൾക്കും അറിയില്ല. സഹോദരങ്ങളെ, എൻ്റെ മരണം എവിടെ എങ്ങനെ എന്ന് എനിക്കറിയാത്തതാണ് അല്ലാഹു എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹം. നമ്മുടെ മരണം ഭൂമിയിൽ എവിടെ വെച്ച് എങ്ങനെയാണ് എന്ന് നമുക്കറിയാത്തതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹം. സഹോദരങ്ങളെ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഒരു കാര്യം ചെയ്യാനോ ഈ ദുനിയാവിൽ ജീവിക്കുവാനോ സാധ്യമാകുമായിരുന്നില്ല. ചുരുക്കത്തിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, ഖിയാമത്ത് നാളിലാകുന്നു മനുഷ്യ ചെയ്ത സകലമാന കർമ്മങ്ങൾക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ കൃത്യമായി കണക്ക് നോക്കി فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. അന്നേ ദിവസം ആരുടെ തുലാസുകൾ കനം തൂങ്ങിയോ അവർ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, അഥവാ സ്വർഗത്തിൽ. ആരുടെ തുലാസുകൾ കനം കുറഞ്ഞു പോയോ അവർ ഹാവിയയിലായിരിക്കും. ഹാവിയ എന്നാണെന്ന് നിങ്ങൾക്കറിയുമോ? നാറുൻ ഹാമിയ, കത്തിച്ചലിക്കുന്ന നരകാഗ്നിയാകുന്നു എന്ന് ഖുർആൻ. ഫമയ്യഉമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഉമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരാണ് മണിത്തൂക്കം നന്മ ചെയ്തുവോ ആ നന്മകൾക്കും, ആരാണ് മണിത്തൂക്കം തിന്മ ചെയ്തുവോ ആ തിന്മകൾക്കും കൃത്യമായ പരിപൂർണമായ ഉജൂറക്കും യൗമൽ ഖിയാമ, പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോ മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. അങ്ങനെ പരലോകത്ത് എത്തിച്ചേരുമ്പോൾ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആർക്കാണോ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ചേരുന്നത് അവർക്ക് മാത്രമാകുന്നു വിജയിക്കാൻ സാധിക്കുന്നത് എന്ന് ഖുർആൻ. فمن زحزح عن النار وأدخل الجنة فقد فاز. ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട്
ആർക്കാണോ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് ഫഖദ് ഫാസ്, അവനാകുന്ന വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനന്തവിശാലമായി കിടക്കുന്ന മഹാസാഗരത്തിലേക്ക് തന്റെ കൈവിരൽ മുക്കിയിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്റെ കൈവിരലിൽ എത്ര വെള്ളമുണ്ട് എന്ന്. അതെ, അനേകായിരം ജലഗണകൾ ഉൾക്കൊള്ളുന്ന ആ മഹാസാഗരത്തിൽ കടലിൽ തന്റെ കൈവിരൽ മുക്കിയിട്ട് ആ കടലിലെ വെള്ളത്തിൽ നിന്നും തന്റെ കൈവിരലിൽ പറ്റിപ്പിടിച്ച ഒരു ജലഗണിക മാത്രമാണ് ഈ പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവി എന്ന് സുന്ദരമായ ഉദാഹരണത്തിലൂടെ, ഉപമയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, പനയോലപ്പായയിൽ കിടന്നിറങ്ങിയ പ്രവാചകന്റെ ശരീരത്തില് ആ പായയുടെ അടയാളങ്ങൾ അവശേഷിച്ചപ്പോ അത് സഹിക്കാൻ കഴിയാതെ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെ ആരാധിക്കാത്ത പേർഷ്യക്കാർക്കും റോമാക്കാർക്കും അല്ലാഹു ധാരാളം നൽകിയിരിക്കുന്നുവല്ലോ, അങ്ങയുടെ സമുദായത്തിന് അല്പം ജീവിത സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി അങ്ങേക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഏകത്താവിന്റെ മകനെ, ഈ ഒരു മനസ്ഥിതിയിലാണോ നീയുള്ളത്? ഈ ദുനിയാവിലെ ജീവിതം അവർക്കും നാളെ സ്വർഗത്തിലെ ജീവിതം നമുക്കാകുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശം, ഉമറേ, ഖുൽ ഫിദ് ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ നീ ഒരു പരദേശിയെ പോലെ, ഒരു വഴിപോക്കനെ പോലെ ജീവിക്കണം. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻദിർ സബാഹ്, നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വൈദാ അസ്ബഹത, പ്രഭാതമായി കഴിഞ്ഞാൽ ഫലാ തൻദിർ മസാ, നീ വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കരുത്. രോഗിയാകുമ്പോൾ വേണ്ടത് ആരോഗ്യമുള്ള അവസ്ഥയിൽ നീ ചെയ്തു വെക്കുക. മരണത്തിലേക്ക് വേണ്ടത് ഈ ജീവിതത്തിൽ നീ സമ്പാദിച്ചു വെക്കണമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 6416 നമ്പർ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിന്റെ 18-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓ വിശ്വാസികളെ, നാളെയുടെ ജീവിതത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി എന്തൊരു പ്രയത്നമാണ്, എന്തൊരു മുന്നൊരുക്കമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു മരണം മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് പാടില്ല. പരലോകം മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമാണ് മരണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം ഓർമ്മിക്കാനായി നിരന്തരമായി ആ മരണത്തെക്കുറിച്ച് ഓർക്കാൻ പറഞ്ഞത്. ഓരോ നമസ്കാരത്തിന്റെ വേളയിലും ഈ ഒരു ചിന്തയുണ്ടാകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ അടുക്കൽ ഒരു ഉപദേശവുമായി കടന്നു വന്ന സഹാബിയോട് പ്രവാചകൻ പറഞ്ഞത്, ഇദാ കുന്ത ഫീ സ്വലാത്തിക ഫസ്വല്ലി സ്വലാത്തി മുബദ്ദിൻ, നീ നമസ്കരിക്കുവാൻ നിന്നാൽ ഒരു വിടവാങ്ങലുകാരന്റെ നമസ്കാരത്തെ പോലെ നീ നിർവഹിക്കണം. സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. പലരും പറയാറുണ്ട്, നമസ്കാരത്തിന് തഖ്വയില്ല, നമസ്കാരത്തിന് ഖുശൂ ലഭിക്കുന്നില്ല. സഹോദരങ്ങളെ, നമസ്കാരത്തിൽ തഖ്വയുണ്ടാകണോ? ഈ ഒരു ചിന്തയുണ്ടാകണം. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കർമ്മം, അവസാനത്തെ നമസ്കാരമാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി നമുക്ക് നമസ്കരിക്കുവാൻ സാധിച്ചാൽ ആ നമസ്കാരത്തിന് ഭക്തി ഉണ്ടാകും. അതേ സഹോദരങ്ങളെ, മരണത്തെയും പരലോകത്തെയും ഓർക്കുവാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം അധികരിപ്പിക്കാൻ പറഞ്ഞത്.
സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾ ഖബറുകൾ ധാരാളമായി സന്ദർശിക്കുവീൻ. തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടി കരയുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. കാരണമെന്ത്? ഇന്നൽ ഖബറ, തീർച്ചയായും ഖബർ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തിലെ ഒന്നാമത്തെ വീട് എന്ന് പറയുന്നത് അത് ഖബറാകുന്നു. ഫഇന്നജാ ഫമാ ബൗദഹു ഐസറു മിൻഹു, ആ ഒന്നാമത്തെ വീട്ടിൽ നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളതെല്ലാം രക്ഷപ്പെട്ടു. വഇല്ലം യൻജു മിൻഹു ഫമാ ബൗദഹു അശദ്ദു മിൻഹു, ആ ഖബറിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല എങ്കിൽ അതിനുശേഷം വരാനുള്ളത് കടുത്തതായിരിക്കും, ഭയങ്കരമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. തുടർന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മാ റഅയ്തു മല്ലറൻ ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു, ഖബറിനേക്കാൾ ഭയാനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. ബറാഅ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ഒരു ജനാസയുടെ സംസ്കരണ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അലാ ഷഫീരിൽ ഖബർ, ആ ഖബറിന്റെ അടുത്തിരുന്നു, ആ ഖബറിന്റെ തീരത്തിരുന്നു. ഫബക്കാ ഹത്താ ബല്ലസറ, മണ്ണ് നനയുവോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടിരുന്നു. സുമ്മക്കാല, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്വാനി യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസിലിഹാദാ, ഇങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. ഫായിദു, നിങ്ങളത് എണ്ണി വെച്ചുകൊള്ളുവീൻ. ഇങ്ങനെയുള്ള ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഫായിദു, നിങ്ങളത് കണക്കാക്കിക്കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബികളെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അല്ലാഹു നമ്മെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി നമ്മെ തന്നെ സ്വയം ഒരു വിചാരണ ചെയ്യാൻ തയ്യാറെടുക്കുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യുക. നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു തൂക്കി കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ തൂക്കി കണക്കാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ വിളിച്ച് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഹദീസിൽ കാണാം, ലിറജുലിൻ വഹുവ യഅ്ലുഹു, അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനെ വിളിച്ച് ഉപദേശിക്കുകയാണ്, ഏതനിം ഹംസൻ ഖബല ഹംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബല ഹറമിക, പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം. വസിഖതക ഖബല സകമിക, രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം. വഇനാക ഖബല ഫഖിരിക, ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത. വഫറാക ഖബല ശൗലിക, തിരക്കാവുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം. വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ 5 കാര്യങ്ങൾ കടന്നു വരുന്നതിന് മുമ്പായി ഉപയോഗപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇനിയുള്ള നമ്മുടെ ജീവിതം, ഇനി നമ്മിലേക്ക് വരാനിരിക്കുന്നത് കുറച്ച് ദിവസം മാത്രമേയുള്ളൂ. എൻ്റെ ജീവിതം ഇനി കുറച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നന്മയിൽ മുന്നേറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നമുക്ക് ലഭിക്കുന്ന സമയത്തെ നാളെ പരലോകത്തിന് വേണ്ടി, ആ സ്വർഗത്തിന് വേണ്ടി, ആ പരലോക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കുക. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ദുഃഖിച്ചിട്ടില്ല. എൻ്റെ ദുഃഖം സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു, എൻ്റെ അവധി അവസാനിച്ചിരിക്കുന്നു, ഇന്നേ ദിവസം
കൂടുതലായി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ദുഃഖിതനായി കാണപ്പെടുന്നത്. സഹോദരങ്ങളെ, ഒരു ദിവസം അവസാനിച്ചു കഴിഞ്ഞാൽ അതുമൂലം അവർക്കുണ്ടാകുന്ന ദുഃഖമാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ, വരികളിലൂടെ കാണാൻ സാധിക്കുന്നത്. മരണം എന്താണെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ മരണസമയത്ത് നാം വിലപിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യനും ആ മരണത്തിന്റെ സമയം എത്തിക്കഴിയുമ്പോൾ റബ്ബിനോട് വിലപിക്കുന്ന രംഗം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാഅഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊനി ലഅല്ലി അഅമലു സ്വാലിഹാ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതെ, മരണത്തിന്റെ സന്ദർഭമാകുമ്പോ ഏതൊരു മനുഷ്യനും പറയും, റബ്ബിർജിഊനി, പടച്ചവനെ അല്പസമയം ഒന്ന് ഭൂമിയിലേക്ക് മടക്കി അയച്ചാൽ, ലഅല്ലി അഅമലു സ്വാലിഹാ, ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു വരാം. ഫീമാ തറക്തൂന, ഉപേക്ഷ വരുത്തിയ കാര്യങ്ങൾ ഓരോന്നും ചെയ്തു തീർക്കാം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അല്ലാഹു പറയുന്നു, വേണ്ട, അത് വെറും ഒരു പാഴ്വാക്ക് മാത്രമാകുന്നു. ഏതൊരു മനുഷ്യനും മരണത്തിന്റെ സമയത്ത് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു ഒരു വേള അവൻ ഭൂമിയിലേക്ക് അയച്ചാലോ അവൻ പഴയ അവസ്ഥയിലേക്ക് തന്നെയായിരിക്കും പോവുക എന്ന് അല്ലാഹുവിനറിയാം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവർക്കിടയിൽ ഒരു ബർസഖുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മരണനേരത്ത് മാത്രമല്ല, ആ മയ്യിത്ത് കട്ടിലിൽ ആ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്തും ആ മനുഷ്യൻ വിലപിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ വലിയത്തുൽ ജനാസത്തു ഫഖത്തമലഹ റിജാലു അലാ അഹ്നാകിഹിം വഇൻ കാനത് സ്വാലിഹതൻ കാലത്ത് ഖദ്ദിമൂനി. മയ്യിത്ത് കട്ടിലിൽ വെക്കപ്പെടുകയും ആ ജനങ്ങൾ ആ മയ്യിത്തിനെ തോളിലേറ്റുകയും ചെയ്യുമ്പോ ഫഇൻകാനത്ത് സ്വാലിഹത്തൻ, ആ മയ്യിത്ത് സ്വാലിഹാണെങ്കിൽ വിളിച്ചു പറയുന്നു, കാലത്തെ ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് ആ സ്വാലിഹായ മയ്യിത്താണെങ്കിൽ അതാ വിളിച്ചു പറയുന്നു. വഇൻകാനത്ത് ഗൈറ സ്വാലിഹാ, ഇനി ആ മയ്യിത്ത് സ്വാലിഹല്ലെങ്കിലോ കാലത്ത് ആ മയ്യിത്ത് വിളിച്ചു പറയുന്നു, അഖിലിക യാ വൈലക ഐന യദ്ഹബൂൻ, യാ വൈലക, എന്റെ നാശമേ, ഐന യദ്ഹബൂൻ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? തൻ്റെ ആളുകളോട്, കുടുംബക്കാരോട് ആ മയ്യിത്ത് കട്ടിൽ വെച്ചുകൊണ്ട് തോളിലേറ്റിക്കൊണ്ടുപോകുമ്പോ ആ സ്വാലിഹല്ലാത്ത മയ്യിത്ത് ചോദിക്കുന്നു, ഐന തദ്ഹബൂൻ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? യസ്മഉ സൗതക കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യസ്മഉ സൗതക, ആ മയ്യിത്തിന്റെ ശബ്ദം, ആ മയ്യിത്തിന്റെ വിലാപം, കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കുന്നതാകുന്നു, ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ ഒഴികെ. വലൗ സമിഅൽ ഇൻസാന്, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടാൽ ലസ്സൈക, അവൻ ബോധം കെട്ടി വീഴുന്നതാണ്. ആ ശബ്ദം മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും കേൾക്കും. ആ മയ്യിത്തിന്റെ വിലാപം, മനുഷ്യനെങ്ങാനും ആ മയ്യിത്തിന്റെ വിലാപം കേട്ടാൽ ലസ്സൈക, അവൻ ബോധരഹിതനായി വീണു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ആ ബുക്ക്, ആ റെക്കോർഡ്, ആ രേഖ കയ്യിൽ വെക്കപ്പെടുമ്പോ ആ സമയത്തും കുറ്റവാളികൾ വിലപിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫികീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഅദിൽ സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഖ്സാഹ. ആ സമയത്തുള്ള വിലാപമാണ്. എന്തൊരു കിതാബാണ്! ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാതെ
ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന വിലാപമാണ് കുറ്റവാളികൾ ഉണ്ടാവുന്നത്. സഹോദരങ്ങളെ, ആ നരകം കാണുമ്പോഴും ആ വിലാപം നിലയ്ക്കുന്നില്ല. അപ്പോഴും അവൻ വിളിച്ചു പറയും, വലൗത്തറായിദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം മിൻ റബ്ബിഹിം. കുറ്റവാളികളായ ആളുകളെ നീ കണ്ടിരുന്നുവെങ്കിൽ നാകിസൂ റൂസിഹിം, അവർ തലകുത്തന അല്ലെങ്കിൽ മുഖം കുത്തിയവരായ നിലയിൽ ആ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുമ്പോ റബ്ബന, അവർ വിളിക്കുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സറിന, ഞങ്ങൾ കണ്ടിരിക്കുന്നു, വസമീന, ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, ഫർജിനാ നഅമലു സ്വാലിഹ ഇന്നാ മൂഖിനൂൻ. ആ ഭൂമിയിലേക്ക് ഒന്നും കൂടി മടക്കി അയച്ചാൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദൃഢമായ വിശ്വാസമുള്ള ആളുകളിൽ ഉൾപ്പെടാം. ഏത് സമയത്താണ് നരകത്തിൽ മുഖം കുത്തിയവരായി വീഴ്ത്തപ്പെടുന്ന ആ സമയത്തും അവന്റെ വിലാപമാണ്, പടച്ചവനെ, എല്ലാം കണ്ടു മനസ്സിലാക്കി, എല്ലാം കേട്ടിരിക്കുന്നു, അല്പസമയം ഇനിയൊന്ന് ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഞാൻ നന്നായിക്കൊള്ളാമെന്ന അവന്റെ വിലാപം. സഹോദരങ്ങളെ, നരകത്തിൽ എറിയപ്പെടുമ്പോഴും അവന്റെ അട്ടഹാസം അവസാനിക്കുന്നില്ല. നരകത്തിൽ എരിയുമ്പോ ഇഹലോകത്ത് സൽക്കർമ്മം ചെയ്യാത്തതിൻ്റെയും അതുപോലെ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തിയതിൻ്റെയും അപകടം അവൻ തിരിച്ചറിയുകയാണ്. തകാദു തമയ്യസു മിനൽ ലൈലി കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സാലഹും ഹസനതുഹാ ലം യൗതികുൻ നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബനാ വകുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇന്നഹും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതേ, ആ നരകം ഉഗ്രകോപം നിമിത്തം പൊട്ടിച്ചിതറി വേർപെട്ടു പോകുന്ന ആ സമയത്ത് നരകത്തിന്റെ കാവൽക്കാരായ ആ പാറാവുകാരായ മലക്കുകൾ ചോദിക്കും, അലം യൗതികുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരം വന്നിരുന്നില്ലേ? അവർ പറയും, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് താക്കീതുകാരം വന്നിരുന്നു, ഫകദ്ദബനാ, ഞങ്ങൾ കളവാക്കി, ഇങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ പറയുന്നത് കളവാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ കത്തിയാളുന്ന നരകാഗ്നിയിൽ എത്തിപ്പെടുമായിരുന്നില്ല എന്ന് ആ നരകത്തിൽ കിടന്നുകൊണ്ട് കുറ്റവാളികളായ ആളുകൾ വിലപിക്കുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് മരണം മുതൽ സദാ വിലപിക്കുന്നവരുടെ ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മുടെ ആയുസ്സിനു മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയ ഈ ജീവിതത്തെ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഇനി ഒരു വർഷം നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കറിയില്ല. ആ ഒരു ചിന്തയോടുകൂടി ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുക. അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.